അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് എന്നത്തെ പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുത്തത് എന്താ പറയുക എന്നും എടുക്കണേക്കാളും കുറച്ച് കൂടുതൽ എടുത്തുക്കണ്. എന്താ പറയുക അപ്പോൾ അതിന് ഡേ മൈ ലൈഫ് അങ്ങനെയല്ല പറയുക, അതുതന്നെയാണ്. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, എനിക്ക് പറഞ്ഞല്ലോ ജലദോഷം പനിയൊക്കെ ഇന്ന് പനിയൊക്കെ മാറിയിരിക്കണം കേട്ടോ. പക്ഷേ ജലദോഷം പെട്ടെന്ന് അങ്ങോട്ട് വിടണില്ല. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് എത്തുമ്പോൾ ഇത്തിരി വഴുകും, എന്നാലും ഒരു പോകുമ്പോഴത്തേനൊക്കെ റെഡി ആവട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെക്കുകയാണ്. എന്നാൽ പിന്നെ തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാൽ നമ്മളെ കറികളൊക്കെ റെഡി ആകുമ്പോഴത്തേനും ചോറ് റെഡിയാവും. അപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കൊതുക് തിരി കത്തിച്ചൊക്കെ അടുക്കളയിൽ നിൽക്കാൻ കഴിയൂല രാവിലെ വൈകുന്നേരം. അത്ര ചെടി ഉള്ളതുകൊണ്ടാണ് ചോദിച്ചാൽ ചെടിയിലൊന്നും കൊതുക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ കൊതുക് തിരിയൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം. എപ്പോഴും ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇന്ന് എനിക്ക് തൊണ്ട ഒരു സുഖമില്ല, അപ്പോൾ ആദ്യം തന്നെ ചായ കുടിക്കണം തോന്നുന്നു. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് കുറച്ച് രസം വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടണം തോന്നട്ടോ. പക്ഷേ ഇവിടെ എനിക്കും എൻ്റെ വലിയ മോൾക്കും മാത്രമേ അത് പറ്റുള്ളൂ, ബാക്കി ആർക്കും വലിയ പോളിങ്ങില്ല. ഓൾക്ക് നമ്മൾ വേറെ കൂട്ടാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് രസമാണ് വെക്കണം. അപ്പോൾ ഇത്തിരി പുളിയും ഒരു 3-4 തക്കാളിയാണ് കൂടുതൽ എടുക്കട്ടോ. പുളിൻ്റെ പുളിക്ക് വല്ലാണ്ട് പറ്റൂല, എനിക്ക് പറ്റൂല. അപ്പോൾ ഞാൻ കുറച്ച് 2-3 തക്കാളിയും കുറച്ച് പുളിയും കൂടെ ഒന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഇത് നല്ലോണം ഉടച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്കിത് വറവിടട്ടോ. വറവിടാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെ കുരുമുളക്, ചെറിയ ജീരകം, കറിവേപ്പില, വറ്റൽമുളക് ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വരാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് 2 മണി കടുക് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് വീഡിയോ എടുക്കാൻ മറന്നു. എന്നിട്ട് അതിൽ ഈ പൊടിച്ച കൂട്ട് ഇട്ടിട്ട് പിന്നെ എന്താ പറയുക നമ്മൾ പിഴിഞ്ഞ് വെച്ച തക്കാളീൻ്റെ ഒഴിച്ചെടുക്കുക കേട്ടോ. രസം ഇങ്ങനെയാണോ വെക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, പലതരത്തിലും രസം വെക്കാം കേട്ടോ. രസം നമ്മൾ അരച്ച് വെക്കണതുണ്ട്, ചതച്ച് വെക്കണതുണ്ട്, അങ്ങനെ പലതരമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചത് പെട്ടെന്ന് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും മേലെ തൂക്കി കൊടുത്താൽ നമ്മളെ രസം റെഡിയായി. അപ്പോൾ ഓൾക്ക് ഇത് എന്തായാലും കൊടുത്തേക്കാൻ പറ്റൂല കേട്ടോ, എൻ്റെ കാക്കാക്കും മോനിക്കൊക്കെ. അപ്പോൾ ഞാൻ കരുതിയ ശേഷം നമുക്ക് പുതിന റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് വെച്ചേക്കണമല്ലോ, അപ്പോൾ അതിൽ തന്നെ എടുത്തുണ്ടാക്കണം കേട്ടോ. തനിച്ച് വേറെ ചോറ് ഇതാക്കൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇതിൽ എന്തൊക്കെ അരച്ചിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കും. അപ്പോൾ ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നിക്കണം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പൊതിനയും വറ്റൽമുളകും ചെറിയ ജീരകം, ചെറിയ ഉള്ളി, പിന്നെ ഇപ്പം എന്താ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് അരച്ച ശേഷം നല്ല കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ നമ്മളോട് ഉണ്ട്, അപ്പോൾ നല്ലോണം അത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ല അരച്ചതിൻ്റെ ശേഷം ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം എന്താ പറയുക എണ്ണ പിരിഞ്ഞ് വരുന്ന വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഒരു 2 ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് പുളിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ വെന്ത ചോറാണ് അത് ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്താൽ നമ്മൾ പുതിന ചോറ് റെഡി ആയിട്ടാണ്. അപ്പോൾ ഓൽക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണിത്. മീനും വറുത്ത ഓൽക്കത് മതി. പിന്നെ ഇത് ഞാൻ ദോശ ഉണ്ടാക്കാനാണ്. ചെറിയ ജീരകം, ഒരു പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ചെറിയ ജീരകം, തേങ്ങ, കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഒന്ന് നല്ലോണം അരച്ചതിന് ശേഷം പൊടി കലക്കിയിട്ടാണ്. സാധാരണ അരി വെള്ളത്തിലിട്ടിട്ട് അതിൽ എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ അരച്ച് അരിൻ്റെ കൂടെ അരച്ചിട്ടാണ് ഞാൻ അങ്ങനെ ദോശ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കട്ടെ. പക്ഷെ ഇന്ന് അരി വെള്ളത്തിടാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ ഞാൻ പൊടി കലക്കിയിട്ട് അതിൽ ഇതാ മീൻ വറക്കണഞ്ഞ് ഓൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ വറക്കണം. നമ്മൾ ദോശ റെഡിയായി. ഇനി അടുത്തത് നമ്മൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം.
അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് അടിക്കലും തുടക്കലും കഴുകലും പിന്നെ എന്താ പറയുക അടുക്കളയിലത്തൊക്കെ പിന്നെ നേരത്തെ കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാം വൃത്തിയായിട്ടാ. അപ്പോൾ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചേക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാ. എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചേക്കും. എന്നിട്ട് വാതിൽ അടച്ചിട്ടാൽ നല്ല സ്മെല്ലേക്കാരട്ടാ. പിന്നെ ഇതാ ഈ പെയിൻ്റൊക്കെ ഞാൻ അടിച്ചതാണ്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. എൻ്റെ കലാവിരുദ്ധകളാണ്, കൊളായിക്കണമെന്ന് മനസ്സിലായി. പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറേ മുമ്പ് അടിച്ചതാട്ടാ. അങ്ങനെ അത് അടുക്കളൊക്കെ ക്ലിയറായി. ഇനി ഒരു ഗ്ലാസ് ചായയും വെച്ച് കുടിച്ചിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു ഗ്ലാസ് ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചായ അത്ര നല്ലതൊന്നല്ല എന്നറിയാം, എന്നാലും നമ്മൾ കുടിച്ച് ശീലിച്ചില്ല. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കുറച്ച് പാലുള്ള കേട്ടോ. അപ്പോൾ കവറിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കുലുക്കിയിട്ട് ഒഴിച്ചതാണ്. കുറച്ച് ചായ നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് കുടിച്ചണ്ടേ. അപ്പോൾ ലേശം മഞ്ഞപ്പൊടി, കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇന്നലെ മസാല ചായ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല. ഇന്ന് കുറച്ച് ഇതൊക്കെ ഇട്ടുണ്ടാക്കി നമ്മൾ സിറ്റ് ഔട്ട് പോയി ചെടീൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് കുടിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി. എന്നിട്ട് പിന്നെ കുളി നിസ്കാരം ഒക്കെ കഴിയുമ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരികൾ വരും കേട്ടോ. കൂട്ടുകാരികൾ പറഞ്ഞാൽ എൻ്റെ അയൽവാസി കൂട്ടുകാരികൾ എല്ലാവരും കൂടെ ഒരു അസർ കഴിഞ്ഞത് വരും. ഒരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് മഗ്‌രിബ് വരെ വർത്താനം പറയും. അത് കഴിഞ്ഞു. ഇന്നത്തെ പണി ഇങ്ങനെയാണ്.